നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിലക്കപ്പെട്ട രേഖകളടക്കം 10 മാസം മുമ്പ് നഷ്ടപ്പെട്ട പേഴ്സ് വീണ്ടെടുത്ത അബുദാബി പോലീസ് നമ്മുടെ പ്രവാസി മലയാളിക്ക് തിരികെ നൽകിയ വാർത്ത വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. ഫുജൈറയിലെ ട്രാൻസ്മെന്റ് ഓവർസീസ് IMCയുടെ സെയിൽസ് എക്സിക്യൂട്ടീവും പൊന്നാനി സ്വദേശിയുമായ ഹർഷാദ് അബൂബക്കറാണ് പോറ്റുനാടിന്റെ സുരക്ഷയിൽ മതിപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് എത്തിയത്. ഇതോടുകൂടിയാണ് വാർത്ത പുറം ലോകം തന്നെ അറിഞ്ഞത്, പ്രവാസികൾ കൈയടിച്ചതും. ഈ വാർത്തയിൽ പോലീസാണ് താരമെങ്കിൽ ഇപ്പോൾ മലയാളികളാണ് താരം. പ്രവാസി മലയാളികൾ 6 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ സൗദി റിയാൽ കളഞ്ഞു കിട്ടിയ മലയാളി യുവാക്കൾ ഉടമയെ തിരികെ ഏൽപ്പിച്ച് മാതൃകയായി മാറിയിരിക്കുകയാണ്. സൗദി തലസ്ഥാനമായ നഗരിയിലെ ഒരു അലക്കുകടയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കാണ് വലിയ തുക കളഞ്ഞു കിട്ടിയത്. തുക തിരികെ ഏൽപ്പിച്ച മലയാളികൾക്ക് സൗദി പൗരൻ പാരിതോഷികം നൽകുകയും ചെയ്യുകയുണ്ടായി. സ്വദേശി പൗരൻ അലക്കുകടയിൽ ഏൽപ്പിച്ച വസ്ത്രത്തിൽ നിന്നായിരുന്നു 6 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ സൗദി റിയാൽ കടയിലെ ജോലിക്കാരായ മലയാളികൾക്ക് കളഞ്ഞു കിട്ടിയിരുന്നത്. കളഞ്ഞു കിട്ടിയ തുക തിരികെ ഉടമയ്ക്ക് നൽകിക്കൊണ്ട് മാതൃകയായി മാറി. അങ്ങനെ മലയാളി യുവാക്കൾ മാതൃകയായത് സൗദി പൗരന്റെ അഭിനന്ദനത്തിന് ഇടയായി മാറി. സൗദി തലസ്ഥാനമായ നഗരിയിലെ അസീസിയ ദാറുൽ ബൈദ എന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. ഇവിടെ മആസ് അൽതാജ് എന്ന അലക്കുകടയിൽ ജോലി ചെയ്യുന്ന മലയാളി യുവാക്കളാണ് സൗദി പൗരന്റെ കളഞ്ഞുപോയ പണം തിരികെ നൽകി പ്രവാസ ലോകത്ത് തന്നെ മാതൃകയായി മാറിയത്. അലക്കാനായി കൊടുത്ത വസ്ത്രത്തിന്റെ കൂടെയായിരുന്നു ഇത്രയും വലിയ തുക അവർ കണ്ടത് തന്നെ. പണം തിരികെ നൽകിയ മലയാളി യുവാക്കൾക്ക് അബ്ദുള്ള എന്ന സൗദി പൗരൻ നന്ദി പറയുകയും 500 റിയാൽ സമ്മാനമായി നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു പേഴ്സ് നഷ്ടമാകുന്നത് പ്രവാസ ലോകത്ത് അത് ജീവനോളം വിലയുള്ള കാര്യം തന്നെയാണ്. ബാല്യകാല സുഹൃത്തും ദുബായ് അൽഫുതൈമിൽ അക്കൗണ്ടന്റുമായ ഷഫീഖിനെ അബുദാബി എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയ ജനുവരി 4-നാണ് ഹർഷാദ് എന്ന യുവാവിന്റെ പേഴ്സ് നഷ്ടമായത്. എമിറേറ്റ്സ് ID, എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്ക് ക്രെഡിറ്റ് അഥവാ ഡെബിറ്റ് കാർഡ്, റാക് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, നോട്ക കാർഡ്, ഇന്ത്യയിലെ സിം കാർഡ്, ബാങ്ക് കാർഡ്, വിവിധ ഓൺലൈൻ അക്കൗണ്ടുകളുടെ യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയ രേഖകളോടെയാണ് പേഴ്സ് നഷ്ടപ്പെട്ടത് തന്നെ. ഇതിനൊപ്പം നാട്ടിൽ പോയ സുഹൃത്ത് ഏൽപ്പിച്ച ബാങ്ക് കാർഡും നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ ദുബായ് പോലീസ് അത് തിരികെ നൽകിയത് 10 മാസങ്ങൾക്ക് ശേഷമാണ്. ഇതും പ്രവാസി മലയാളികൾക്ക് വലിയ മാതൃകയാണ് സൃഷ്ടിച്ചത്.